മൺറോത്തുരുത്തിനെ കൊല്ലത്തോട് ചേർത്ത് പിടിച്ച് കെഎസ്ആർടിസി ബസ് സർവീസ് പുനരാരംഭിച്ചു. പേരുംതുരുത്തിൽ നിന്ന് ഒരു ദിവസം 3 തവണ സർവീസ് നടത്തും. എംഎൽഎ കോവൂർ കുഞ്ഞുമോൻ ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു എന്ന് മാത്രമല്ല, യാത്രക്കാർക്ക് നാടൻപാട്ട് പാടി ഒപ്പം യാത്രയും ചെയ്തു. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ.ബി. ഗണേഷ് കുമാറുമായി നടത്തിയ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന കോവിഡ് കാലഘട്ടത്തിൽ നിർത്തലാക്കിയ കൊല്ലം പേടന്തുരുത്ത് ബസ് അത് നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സർവീസ് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ കെ.ബി. ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി ആയതിനു ശേഷം തകർന്നു കിടന്ന ഈ മേഖലയെ, പൊതുമേഖലാ സ്ഥാപനത്തെ ഏറ്റവും ജനകീയമാക്കിക്കൊണ്ട് പുതിയ സർവീസുകൾ ഗ്രാമീണ മേഖലയിലൂടെ ആരംഭിച്ചിട്ട് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഇന്ന് KSRTCക്കുണ്ട് എന്നുള്ളതും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കോവിഡ് സമയത്ത് നിലച്ച സ്റ്റേ ബസ് സർവീസ് പുനരാരംഭിച്ചതിൽ നാട്ടുകാർക്ക് ആശ്വാസം. ഇനി തിരുവനന്തപുരത്തേക്ക് നേരിട്ട് ഫാസ്റ്റ് പാസഞ്ചർ ബസ് സർവീസ് കൂടി വേണമെന്നാണ് ആവശ്യം. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം മൺറോത്തുരുത്ത് യാത്രാ ക്ലേശമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ബസ് വീണ്ടും ആരംഭിച്ചതിന് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. രാവിലെ ഇങ്ങനെ മെഡിക്കൽ കോളേജിലൊക്കെ പോകേണ്ടവർ ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു. ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതുകൊണ്ട് എളുപ്പം പോരാനൊക്കെ പറ്റും. മൺറോത്തുരുത്തിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും ലിമിറ്റഡ് സർവീസ് മാത്രം. ടൂറിസം സാധ്യത കണക്കിലെടുത്ത് വർക്കല മൺറോത്തുരുത്ത് AC ബസ് സർവീസ് വേണമെന്ന ആവശ്യവും ശക്തമാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കൊല്ലം മൺറോത്തുരുത്ത് ഈ സ്റ്റേ ബസ്സിൻ്റെ ഇപ്പോൾ യാത്ര ആരംഭിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ മൺറോത്തുരുത്തിനും കൊല്ലത്തിനും തമ്മിലുള്ള ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാകും. യാത്രാ സൗകര്യം മെച്ചപ്പെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് മൺറോത്തുരുത്ത്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.